പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ മാതാവിൻ്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈസ്റ്റർ ഞായറാഴ്ചയാണ്. നമ്മുടെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ തിരുനാൾ എന്നാണ് ഈസ്റ്റർ ദിനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വിലപ്പെട്ട തിരുനാൾ, ഏറ്റവും വലിയ തിരുനാൾ, പ്രധാനപ്പെട്ട തിരുനാൾ. കാരണം അന്നാണ് കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തത്. അവിടുത്തെ ദൈവത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് ഈ പുനരുദ്ധാനമാണ്. വളരെ വ്യക്തമായും പൗലോസ് അപ്പോസ്തലൻ അതേക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ഉദ്ധാനമാണ്. അതേക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 1 കൊരിന്ത്യർ 15 14 വാക്യം. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പോൾ സഭയുടെ പ്രബോധനങ്ങളും പഠനങ്ങളും എല്ലാം ഈ ഒരു സത്യത്തിൽ ആണ് അധിഷ്ഠിതമായിരിക്കുന്നത്. കർത്താവ് ഉദ്ധാനം ചെയ്തു, അതോടുകൂടി താൻ ദൈവമാണെന്ന് ഏറ്റവും പൂർണ്ണമായും വ്യക്തമായും അവിടുന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. വീണ്ടും ഇതിൽ പൗലോസിൻ്റെ ലേഖനത്തിൽ 1 കൊരിന്ത്യർക്ക് 1 ലേഖനത്തിൽ 15 അധ്യായത്തിൽ 17 വാക്യം, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനമാണ് നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം. ഇനിയും 20 വാക്യം ഇവിടെ പറയുന്നത്, എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി. അപ്പോൾ ആദാമിലൂടെ കടന്നു വന്ന മരണത്തിന് അന്ത്യവിരാമമിട്ടുകൊണ്ട് നമുക്ക് നിത്യജീവൻ നൽകുന്ന ദൈവമാണ് കർത്താവായ യേശു. അവിടുന്ന് ഉദ്ധാനം ചെയ്തിരിക്കുന്നു. ഇത് ആദിമസഭയിലെ ഏറ്റവും വലിയ ശക്തമായ വിശ്വാസം ഇതായിരുന്നു. ശിഷ്യന്മാർ വാസ്തവത്തിൽ വളരെയേറെ ചഞ്ചലചിത്തരും അത്രയേറെ ദൃഢതയില്ലാത്തവരും എളുപ്പം പതറിപ്പോകുന്നവരും ഭയാലുക്കളും ഒക്കെയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നെല്ലാം അവർക്ക് മോചനം കിട്ടുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന ബോധ്യം അവരിൽ പടർന്നതോടെയാണ്. അവരിൽ ഈ വിശ്വാസം പടർന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവാണ് മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവൻ, അതുകൊണ്ട് അവിടുന്ന് ദൈവമാണ് എന്നീ ബോധ്യം വന്നതോടുകൂടി അവരുടെ ജീവിതത്തിനാകെ ചിന്താഗതിക്കാകെ മാറ്റം വരികയാണ്. പിന്നീട് അവർ സംശയാലുക്കളോ ഭീരുക്കളോ ഒന്നുമല്ല, വളരെ ശക്തമായി ദൈവത്തിൻ്റെ ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാണ്. അവർ കർത്താവിൻ്റെ മരണത്തിന് ഉദ്ധാനത്തിന് ശേഷം അവിടുത്തെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നീട് കാണുന്നത്, പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവിൻ്റെ വരവിന് ശേഷം ആ ഒരു ശക്തിയും ധൈര്യവും ആവേശവും ഒക്കെ ലഭിച്ചതിന് ശേഷം ശത്രുക്കളുടെ ആയിരങ്ങളുടെ ഗണത്തിന് മുൻപിലും ചെന്ന് നിന്ന് അതിശക്തമായി യേശു ദൈവമാണ്, ക്രിസ്തുവാണ്, രക്ഷകനാണ് എന്ന് പറയുവാൻ അവർക്ക് ധൈര്യമുണ്ടായി. ഇതൊക്കെ അവർക്ക് കൈവരുന്നത് അടിസ്ഥാനപരമായി ഒരു ബോധ്യമാണ്, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും വലിയ അത്ഭുതം യേശുവിൻ്റെ ഉദ്ധാനമാണ്. അവൻ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ദൈവികതയെ തെളിയിക്കുവാൻ പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഏറ്റവും വലിയ അത്ഭുതം അവിടുന്ന് ചെയ്തതാകട്ടെ അവിടുത്തെ മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവിടുന്ന് താൻ ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു.
നമ്മുടെ പ്രത്യാശയും ശക്തികേന്ദ്രവും ഒക്കെ ഈ ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ്. ആ വലിയ തിരുനാൾ, ആ വലിയ സംഭവത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ കൊണ്ടാടുന്നത്. ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 20-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമായി നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 20:1 മുതൽ 9 വരെ. അതിൽ 1-ാമത്തെ വാക്യം, ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അപ്പോൾ ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ തന്നെ, വളരെ പ്രത്യേക ശ്രദ്ധേയമാണ് ഈ കാര്യം. ഒരു സ്ത്രീ തനിച്ചാണ് അതിരാവിലെ സൂര്യൻ ഉദിച്ച് ഇരുൾ മാറുന്നതിന് മുൻപേ തന്നെ അവൾ വരുന്നത് ഒരു കല്ലറയിലേക്കാണ്. ആ കല്ലറയാകട്ടെ അതി പ്രത്യേകമായും ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. വെള്ളിയാഴ്ച സന്ധ്യയോടുകൂടിയാണ് അവർ ആ കല്ലറയിൽ കർത്താവിൻ്റെ മൃതശരീരം സംസ്കരിച്ചിട്ട് വീടുകളിലേക്ക് മടങ്ങുന്നത്. പിറ്റേന്ന് ശനിയാഴ്ച ശബത്ത് ദിവസമാണ്. ആ ശബത്ത് കഴിഞ്ഞ് അവൾ വേണ്ട സുഗന്ധദ്രവ്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വലിയൊരു സുഗന്ധ ദ്രവ്യക്കൂട്ട് തന്നെ തയ്യാറാക്കി അതുമൊക്കെയായിട്ടാണ് ഈ കല്ലറയിലേക്ക് വരുന്നത്. അവൾക്ക് യേശുവിൻ്റെ മൃതശരീരം ഒന്നുകൂടെ വേണ്ട വിധം ശ്രദ്ധയോടുകൂടെ അത് സുഗന്ധം പൂശണം. പക്ഷെ ഇവൾക്കത് എങ്ങനെ സാധിക്കും? കാരണം അന്ന് കല്ലറ വളരെ വളരെ ശക്തമായി സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. ഒരു വലിയ കല്ല് സാധാരണ നിലയിൽ ശക്തനായ ഒരു മനുഷ്യന് ഉരുട്ടിമാറ്റുവാൻ കഴിയാത്ത വിധം അത്രയ്ക്ക് ഭാരമേറിയ ഒരു കല്ല്. ആ കല്ലുകൊണ്ട് വാതിൽ ഉരുട്ടി മറച്ചു വച്ചിരിക്കുകയാണ്. ഇനിയും ആ കല്ല് ഉരുണ്ടു പോകാതിരിക്കാൻ വീണ്ടും അവർ വലിയ കയറുകൊണ്ട് കെട്ടി അതിൻ്റെ രണ്ടറ്റവും കീലുകൊണ്ട് മുദ്ര ചെയ്ത് ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. സാധാരണ നിലയിൽ ആർക്കും തന്നെ അത് ആ അവസ്ഥയിൽ നിന്ന് മാറ്റുവാൻ, കല്ലറ തുറക്കുവാൻ സാധിക്കുകയില്ല. ഇനി മറ്റൊരു വലിയ പ്രത്യേകത, ഏതാണ്ട് 16ഓളം പടയാളികളാണ്, റോമൻ പടയാളികളാണ് അന്ന് ആ ശവകുടീരത്തിന് കാവൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ത്രീ തനിച്ചവിടെ ചെന്നിട്ട് എന്തു ചെയ്യാൻ പറ്റും? അവരെന്ത് ക്രൂരതയാണ് കർത്താവിനോട് കാണിച്ചതെന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം വരെ അവർ കണ്ടതാണ്. ആ പടയാളികളുടെ നടുവിലേക്കാണ് ഈ മരിച്ച യേശുവിൻ്റെ മൃതശരീരവും അന്വേഷിച്ചുകൊണ്ട് ഈ സ്ത്രീ കടന്നു ചെല്ലുന്നത്. അപ്പോൾ അവൾക്കൊരു അമാനുഷികമായ അതിശക്തമായ ഒരു ധൈര്യം കൈവരികയാണ്. ഈ ധൈര്യങ്ങൾ കൈവന്നത് കർത്താവിനോടുള്ള അദമ്യമായ, അനിതര സാധാരണമായ, അഭൗമികമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. സ്നേഹത്തിൻ്റെ ഒരു പര്യായമായിരുന്നു അവളെന്ന് പറയാം. അതുകൊണ്ടാണ് ഈ മഗ്ദലേന മറിയത്തിന് അവസാന നിമിഷം വരെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുവാൻ സാധിച്ചു. വലിയ ശക്തരായ വീരവാദം മുഴക്കിയ പുരുഷന്മാരൊക്കെ പോയി കളഞ്ഞപ്പോഴും ഈ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. മഗ്ദലേന മറിയം മാതാവിൻ്റെ കൂടെ മറ്റു സ്ത്രീകളുടെ കൂടെ അവിടെ നിന്നിരുന്നു അവസാന നിമിഷം വരെ. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ആദ്യം ഇരുട്ട് മാറുന്നതിന് മുൻപേ തന്നെ ശബത്ത് അവസാനിച്ചതിന് ശേഷം അവൾ വീണ്ടും ആ ശവകുടീരത്തിലേക്ക് ഓടുകയാണ്. അതിവേഗമാണ് അവൾ ഓടുന്നത്. വേഗം അവൾക്ക് അവളുടെ യേശുവിനെ, കർത്താവിനെ കാണണം. കർത്താവിന് തന്നെയല്ലാവുന്ന ശുശ്രൂഷ ഇനിയും നൽകണം. അതുമാത്രമാണ് അവളുടെ ഉള്ളിലുള്ള ആവശ്യം. അത്രയ്ക്ക് അതിശക്തമായ സ്നേഹമാണ് അവൾ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് വരും വരായികളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവിടെ ചെന്നിട്ട് എന്തു ചെയ്യാൻ പറ്റും, എങ്ങനെ കല്ലുകൊട്ടി മാറ്റും, ആര് കല്ലുകൊട്ടി മാറ്റി ഞങ്ങളെ സഹായിക്കും, അവിടെ ചെന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും, പടയാളികളോട് എന്തു പറയും, ഇതൊന്നും അവൾ ചിന്തിക്കുന്നില്ല. സ്നേഹം അന്ധമായി അവളെ നയിക്കുകയാണ്. സ്നേഹം
പ്രതിബന്ധം അറിയുന്നില്ല എന്ന വാക്ക് ഇവിടെ തീർത്തും അന്വർത്ഥം ആവുകയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം, കല്ലറയിൽ നിന്ന് ഉദ്ധാനം ചെയ്ത യേശുവിനെ ആദ്യമായി കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഇവൾക്കാണ്. കണ്ടിട്ട് മനസ്സിലായില്ല, തോട്ടക്കാരനായിരിക്കുമെന്ന് കരുതി. പക്ഷേ സാക്ഷാൽ യേശുവിനെ, ജീവിക്കുന്ന കർത്താവിനെ അവൾക്ക് അതിരാവിലെ തന്നെ മറ്റ് ശിഷ്യന്മാർക്ക് മുൻപേ തന്നെ കാണുവാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കർത്താവേ എന്ന് സംബോധന ചെയ്യാൻ സാധിച്ച ഭാഗ്യം കിട്ടിയ വലിയ സ്ത്രീയാണ് ഈ മഗ്ദലേന മറിയം. അപ്പോൾ സ്നേഹത്തിൻ്റെ പര്യായമായി മാറിയിരുന്ന ആ സ്ത്രീക്ക് ആ സ്നേഹത്തിന് പ്രത്യുപകാരം, പ്രതിസ്നേഹം കർത്താവ് കാണിച്ചു. ഈ വലിയ ആനുകൂല്യങ്ങളൊക്കെ അവൾക്ക് നൽകുകയാണ്. ഇനി അവിടെ ചെന്നപ്പോൾ അവൾ അവിടെ കാണുന്നത് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. ഇത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടത് കർത്താവിന് വേണ്ടിയായിരുന്നില്ല. കർത്താവിന് നമുക്കറിയാം, വാതിൽ പൂട്ടി അടച്ചു പൂട്ടി ജനലും വാതിലുമൊക്കെ അടച്ച് ശിഷ്യന്മാരകത്തിരുന്നപ്പോഴും ആ മുറിയിലേക്ക് കടന്നു ചെല്ലുവാൻ കർത്താവിന് കഴിഞ്ഞു. കാരണം കർത്താവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം, ആ മഹത്വീകൃതമായ ശരീരത്തിന് മതിലും ജനലും വാതിലും ഒന്നും തടസ്സമാകുന്നില്ല, യഥേഷ്ടം മുന്നോട്ട് നീങ്ങാം. അതുകൊണ്ട് കല്ലറയിൽ നിന്ന് ഉയർത്തുന്നേറ്റ് യേശുവിനെ പുറത്തേക്ക് വരാൻ കല്ല് ഉരുട്ടി മാറ്റണമെന്നില്ല. കല്ല് അങ്ങനെ ഇരിക്കെ തന്നെ അവിടത്തേക്ക് യാതൊരു പ്രയാസവും കൂടാതെ, യാതൊരു തടസ്സവും അനുഭവപ്പെടാതെ പുറത്തേക്ക് വരാമായിരുന്നു. അപ്പോൾ പിന്നെ ഈ കല്ലുരുട്ടി മാറ്റിയത് ആർക്ക് വേണ്ടിയാണ്? വാസ്തവത്തിൽ അത് അവിടുത്തെ ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുവാനായി വരാനിരുന്ന ഈ മഗ്ദലേന മറിയത്തിനും ശിഷ്യന്മാർക്കും വേണ്ടിയായിരുന്നു. അവർക്കകത്ത് കടക്കണമെങ്കിൽ കല്ലുരുട്ടി മാറ്റണം. അവരകത്ത് കടന്നാലേ ഉദ്ധാനത്തിൻ്റെ അടയാളങ്ങളും പ്രത്യേകമായ അവസ്ഥകളും പുറം ലോകത്തിന് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവർക്ക് അകത്ത് കടക്കുവാൻ വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരുന്ന ഒരു വലിയ അത്ഭുതമാണ് കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. പടയാളികൾ എല്ലാം ഉറക്കമായിരുന്നു. അവർ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിനുശേഷം അവർ കർത്താവ് ഉദ്ധാനം ചെയ്ത് കഴിഞ്ഞു എന്നറിയുന്നു. അപ്പോഴാണ് സ്ത്രീകൾ വരുന്നതും. അപ്പോൾ എങ്ങനെയാണ് ഈ അവസ്ഥ? ഇനിയും പുറത്തേക്ക് പോവാതെ തങ്ങളുടെ കടമ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടെന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയാതെ ഒതുക്കി തീർക്കേണ്ടത് എങ്ങനെയെന്ന് അവർ ചിന്തിക്കുകയാണ്. അവർ അധികാരികളുടെ അടുത്ത് ചെയ്യുന്നു. അവർ കാര്യം പറഞ്ഞു, കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റു, മരിച്ചവരുടെ ഇടയിൽ ഇല്ല, മൃതശരീരം അവിടെ കാണുന്നേയില്ല, കാരണം അവൻ ജീവനോടെ ഉയർത്തെഴുന്നേറ്റ് പോയി. അപ്പം അവർ ഉടനെ വിചാരിച്ചു, ഇതിങ്ങനെ പുറത്തു പോയാൽ, ഈ സംഭവം പുറത്തറിഞ്ഞാൽ കൂടുതൽ അപകടകരമാകും. അപകടകരമെന്ന് വെച്ചാൽ കൂടുതൽ പേര് യേശു വിശ്വസിക്കും, കൂടുതൽ ജനങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോകും, അത് ഇവരുടെ പദ്ധതിയെല്ലാം തകർക്കും. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും മൂടി വയ്ക്കണം. അതിനുവേണ്ടി അവർ നുണ പറയുന്നതൊക്കെ നമ്മൾ കാണുന്നു. ഇവർക്ക് പൈസ കൊടുക്കുന്നു, ശിഷ്യന്മാർ വന്ന് എടുത്തുകൊണ്ട് പോയതാണെന്ന് പറയുക, നിങ്ങൾക്കൊരു അപകടവും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ഏതായാലും ഇതൊക്കെ ഉണ്ടായിട്ടും വാസ്തവത്തിൽ ഈ തെളിവ് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് മറച്ചു വയ്ക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല. പിന്നീട് നടന്ന കാര്യം 20-ാമത്തെ അധ്യായത്തിലെ 6ഉം 7ഉം വാക്യങ്ങൾ, അതിനു മുൻപ് 20-ാമത്തെ അധ്യായത്തിലെ 4ഉം 5ഉം വാക്യങ്ങൾ, അതും പ്രത്യേക ശ്രദ്ധേയമായ വാക്യങ്ങളാണ്. അവർ ഇരുവരും ഒരുമിച്ച് ഓടി, പത്രോസും യോഹന്നാനും. കാരണം മഗ്ദലേന മറിയം യേശുവിനെ കാണുന്നില്ല
ശരീരം അവിടെ ഇല്ല എന്ന വിവരം ചെന്ന് പത്രോസിനെയും യോഹന്നാനെയും അറിയിച്ചു. അവർ രണ്ടുപേരും ഉടനെ ഈ കല്ലറയിലേക്ക് ഓടുകയാണ്. ഇവിടെയും രണ്ട് വലിയ സ്നേഹത്തിൻ്റെ ഉടമകളായ വ്യക്തികളാണ് പത്രോസും യോഹന്നാനും. പത്രോസ് വളരെ വ്യക്തമായും പറഞ്ഞിരുന്നു, കർത്താവേ, ഇവരേക്കാൾ കൂടുതലായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ, അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ എന്നൊക്കെ ധൈര്യമായിട്ട് പറയത്തക്ക വിധം യഥാർത്ഥമായ സുദൃഢമായ ശക്തമായ സ്നേഹം പത്രോസിനുണ്ടായിരുന്നു. അപ്പോൾ യോഹന്നാൻ പറയുന്നത് യേശു തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതെന്നാണ്. അന്ത്യത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നുകൊണ്ട് സംസാരിക്കുവാനുമൊക്കെ ഭാഗ്യം ലഭിച്ച വലിയ സ്നേഹത്തിൻ്റെ വലിയ അടയാളങ്ങൾ ലഭിച്ച വിശുദ്ധ യോഹന്നാൻ. ഇവർ രണ്ടുപേരുമാണ് പിന്നീട് കുഴിമാടത്തിങ്കിലേക്ക് ഓടി വരുന്നത്. എന്നിട്ട് അവിടെ വന്നപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, എന്നാൽ അവനെ അവർ ഇവിടെ വെച്ചൊന്ന് അറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് ഓടി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ ഈ കച്ച കിടക്കുന്നതാണ് യോഹന്നാന്റെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത്. പക്ഷേ ആകാംക്ഷയുണ്ട്, എന്ത് സംഭവിച്ചു എന്നറിയാൻ ആദ്യമേ തന്നെ എടുത്തു ചാടി കല്ലറയിലേക്ക് ഇറങ്ങുവാൻ തയ്യാറാവുന്നില്ല. കാരണം പത്രോസാണ് ഒന്നാമൻ. പത്രോസിന് അധികാരം കൊടുത്തിരിക്കുന്നത്, പ്രഥമ സ്ഥാനത്ത് കർത്താവ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പത്രോസിനെയാണ്. അതുകൊണ്ട് പത്രോസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പത്രോസ് വന്നു. പത്രോസ് കല്ലറയിൽ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇവിടെയും പത്രോസിൻ്റെ വലിയ ധൈര്യം നമുക്ക് കാണാൻ പറ്റും. കല്ലറയിലേക്ക് മറ്റാരും കടക്കുന്നതിന് മുൻപ് ധൈര്യമായി കടന്നു ചെല്ലുവാൻ പത്രോസിന് സാധിക്കുന്നു. അന്ന് കർത്താവ് പിടിക്കപ്പെട്ട രാത്രിയിൽ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് ഇവിടെ അതൊക്കെ പൂർണ്ണമായി മാറി ഒരു പുതിയ മനുഷ്യനായി മാറി ധൈര്യത്തോടുകൂടെ കല്ലറയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. കല്ലറ പരിശോധിക്കുന്നു. അവിടെ കണ്ട ശീലയും അതിൻ്റെ അവസ്ഥകളും സ്ഥിതികളുമെല്ലാം പ്രത്യേകം സൂക്ഷിച്ച് വീക്ഷിച്ച് മനസ്സിലാക്കുന്നു. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്തു പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കിട്ടിയിരുന്ന തൂവാല കച്ചിയോടുകൂടെ അല്ലാതെ തനിച്ച് കിടന്ന് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ ഇവർ കാണുന്ന രണ്ട് കാര്യങ്ങൾക്കാണ് ഇവർ സാക്ഷ്യം വഹിക്കുന്നത്. കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ അവർ കാണുന്നത് കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു, തുറന്നു കിടക്കുന്നു, ശൂന്യമായ കല്ലറ. അവരുടെ ദൃഷ്ടി ആദ്യം പതിയുന്നത്, ശ്രദ്ധ ആദ്യം പതിയുന്നത് ഈ ശൂന്യമായ കല്ലറയിലേക്കാണ്. ആ ശൂന്യമായ കല്ലറ കണ്ടു. കർത്താവിൻ്റെ ശരീരം അവിടെ ഇല്ല. രണ്ടാമത് അവർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് ഈ കർത്താവിൻ്റെ തിരുശരീരം പൊതിഞ്ഞിരുന്ന ശീല കച്ച അതിൻ്റെ കിടപ്പാണ്. പ്രത്യേകിച്ചും വിശുദ്ധ യോഹന്നാൻ അത് വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിച്ച് അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഈ ഭാഗത്ത് നൽകുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ഇവിടെ സുവിശേഷ ഭാഗത്ത് അമിതമായ വർണ്ണനകളോ കാര്യങ്ങൾ നീട്ടി പറയാനുള്ള വ്യഗ്രതയോ ഒന്നും കാണിക്കുന്നില്ല. വാസ്തവത്തിൽ താൻ അവിടെ എന്ത് കണ്ടു അത് വിവരിച്ച് പറയുന്നു. അത്ര അധികം വിവരണവുമില്ല, ഏറ്റവും സംക്ഷിപ്തമായി തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ പറയുന്നതിലൂടെ യേശുവിൻ്റെ ഉദ്ധാനത്തിന് വലിയ സാക്ഷ്യങ്ങൾ യോഹന്നാൻ നൽകുകയും ചെയ്തു. ആദ്യത്തേത് നമ്മൾ കണ്ടു, ശൂന്യമായ കല്ലറ. കർത്താവിന് മൃതശരീരം അവർ പടയാളിൽ പറയുന്നുണ്ട് ശിഷ്യന്മാർ വന്ന് എടുത്തുകൊണ്ട് പോയതാണ് എന്നൊക്കെ. പക്ഷേ അത് തെറ്റായിരുന്നുവെന്ന് അന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി. കാരണം ആര് കൊണ്ടുപോയി, എവിടേക്ക് കൊണ്ടുപോയി, എവിടെ വച്ചിരിക്കുന്നു, ഇന്നുവരെയും ആരും കർത്താവിൻ്റെ ശരീരം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി വച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടില്ല.
അപ്പം അങ്ങനെ അവകാശപ്പെടാൻ ആരുമില്ലായിരുന്നു. അതുതന്നെ വളരെ വലിയ തെളിവാണ്. യേശുവിൻ്റെ ശരീരം അവിടുന്ന് ഉദ്ധാനം ചെയ്തത് ആരും മോഷ്ടിച്ചു കൊണ്ടുപോയതല്ല. ഇനി രണ്ടാമത്തെ കാര്യമാണ് ആ കച്ചിയുടെ കിടപ്പ്. യോഹന്നാൻ അത് വളരെ പ്രത്യേകമായും എടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഭീരുക്കളായ ശിഷ്യന്മാർക്ക് പടയാളികളുടെ കസ്റ്റഡിയിലിരിക്കുന്ന ശരീരം മോഷ്ടിച്ചുകൊണ്ട് വരുവാൻ സാധ്യമോ ധൈര്യമോ കഴിവോ ഉണ്ടായിരുന്നില്ല. ഇവർ അങ്ങോട്ട് ചെന്നത് തന്നെ അവരുടെ സ്നേഹത്തിൻ്റെ ആഴം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അവരുടെ രീതി വെച്ച് നോക്കിയാൽ ഇത്ര ക്രൂരമായി പെരുമാറുന്ന പടയാളികൾ അവരുടെ കസ്റ്റഡിയിലിരിക്കുന്ന ശരീരം കാണുവാൻ കല്ലറയിലേക്ക് രഹസ്യമായി പത്രോസും യോഹന്നാനും വരുന്നുവെന്ന് അവർക്ക് തോന്നിയാൽ തീർച്ചയായും അവർ കൊന്നുകളയുവാൻ പോലും മടിക്കുകയില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരെയെല്ലാം പിടികൂടുവാൻ അവർ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന് സംശയിച്ചതുകൊണ്ടാണ് അവരെല്ലാവരും ഒരു മുറിയിൽ കയറി വാതിലടച്ച് ഭദ്രമായി അവിടെ ഇരുന്നത്. അങ്ങനെയിരുന്ന പത്രോസും യോഹന്നാനും ഓടി വന്ന് ഈ സൈന്യങ്ങളുടെ ഇടയിലേക്ക് തന്നെ ചെന്ന് ധൈര്യപൂർവ്വം കല്ലറയിലേക്ക് കടന്നു ചെന്ന് അവിടെ ഇത്രയേറെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുവാൻ അവർക്ക് സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. ഇനി കച്ചിയുടെ സ്ഥിതി. ശിഷ്യന്മാർ കച്ചിയെക്കുറിച്ച് തമ്മിൽ ഒന്നും പറയുന്നില്ല. അതും വാസ്തവത്തിൽ വളരെ വലിയ പ്രത്യേകതയാണ്. ഈ കച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് തമ്മിൽ അവർ ഒരക്ഷരം പോലും പറയുന്നതായിട്ട് കാണുന്നില്ല. കാരണം അതിൻ്റെ കിടപ്പ് കൊണ്ട് തന്നെ അവർക്കത് മനസ്സിലായി കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അത് യോഹന്നാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അവർ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത് ആദ്യം കുനിഞ്ഞു നോക്കി ഈ കച്ച കിടക്കുന്നത് കണ്ടു. പുറത്തു തന്നെ നിന്ന് കല്ലറയിലേക്ക് പ്രവേശിച്ചില്ല. പത്രോസ് അകത്ത് കിടക്കുന്നതുവരെ യോഹന്നാൻ നിന്നുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് കച്ച അങ്ങനെ കിടക്കുന്നത്. കച്ച കിടന്നിരുന്ന വിധത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അത് അലങ്കോലമായിട്ടല്ല കിടന്നിരുന്നത്. ശരീരം ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണെങ്കിൽ മോഷണത്തിന് വേണ്ടി എടുക്കുമ്പോൾ ഇത്രയ്ക്ക് ഭദ്രമായി യാതൊരു ഉലച്ചിലും തട്ടാതെ ആ ശീല അവിടെ അവശേഷിപ്പിക്കാൻ പ്രത്യേകം താല്പര്യം കാണിക്കുകയില്ല. എങ്ങനെയെങ്കിലും വലിച്ചു വാരിയെടുത്ത് താഴെയിട്ടിട്ട് മൃതശരീരവും കൊണ്ടുപോകും, അല്ലെങ്കിൽ മൃതശരീരത്തോടുകൂടെ ഈ കച്ചയും കൊണ്ടുപോകും. ഇത് രണ്ടുമല്ലാതെ വന്നപ്പോൾ തീർച്ചയായും ഇത് മോഷ്ടാക്കൾ കൊണ്ടുപോയതല്ല എന്ന് ഒരു നിഗമനം എടുക്കുവാൻ അവർക്ക് സാധിക്കുകയാണ്. കച്ചയുടെ കിടപ്പ് എങ്ങനെയായിരുന്നു? മൃതശരീരം ചുറ്റിപ്പൊതിഞ്ഞിരുന്ന ആ അവസ്ഥയിൽ അതേപടി തന്നെ യാതൊരു മാറ്റവും തട്ടാതെ മൃതശരീരം ഉള്ളിലിരിക്കുമ്പോൾ അതിങ്ങനെ വീർത്തിരിക്കുന്നത് ശോഷിച്ച് ചുരുങ്ങി പതിഞ്ഞ് നിലത്തോട് പറ്റി കിടക്കുന്നു. അതിൻ്റെ ചുറ്റി കെട്ടിയിരുന്ന ആ രീതി അതൊന്നും മാറാതെ അതേപടി തുടരുന്നു. അപ്പം ഇത് ഒരിക്കലും സ്വാഭാവികമായി സംഭവിക്കാവുന്നതല്ല. അവിടെ കാണാവുന്ന ഒന്ന്, കർത്താവിൻ്റെ ശരീരം ഈ കച്ചയിൽ നിന്ന് ആവിയായി പോയതുപോലെ അപ്രത്യക്ഷമായിരിക്കുന്നു. കച്ച അതേപടി എങ്ങനെ മൃതശരീരത്തിൽ ചുറ്റി പൊതിഞ്ഞു വച്ചിരുന്നുവോ അതേപടി അമർന്ന് നിലത്തോട് പറ്റി കിടക്കുകയാണ്. ഇതാണ് വളരെ വലിയൊരു തെളിവായി, കർത്താവിൻ്റെ ഉദ്ധാനത്തിന് തെളിവായി നമ്മൾ കാണുന്ന കാര്യം. ശരീരത്തിൽ ചുറ്റിയിരുന്ന തൂവാല നിലത്ത് പതിഞ്ഞു കിടക്കുന്നു, ശരീരം ആവിയായി പോയതുപോലെ. അപ്പോൾ വാസ്തവത്തിൽ ഉദ്ധാനത്തിൻ്റെ വളരെ വലിയ തെളിവുകൾ ഈ കല്ലറയിൽ അവശേഷിപ്പിച്ചുകൊണ്ട് യേശു കല്ലറയിൽ നിന്ന് ജീവൻ പ്രാപിച്ചവനായി എഴുന്നേറ്റ് പുറത്തേക്ക് പുറത്തേക്ക് വരുന്നതാകട്ടെ തൻ്റെ മഹത്വീകൃതമായ ശരീരമായതുകൊണ്ട് ആ കച്ചയ്ക്ക് യാതൊരുവിധ
മാറ്റവും വരുത്താതെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കർത്താവിന് സാധിക്കുകയും ചെയ്തു. ഇനി വേറെ വിധത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ കച്ചയ്ക്ക് അനക്കമൊന്നും വരുത്താതെ മൃതശരീരം അതിനകത്തുനിന്ന് എടുത്തു മാറ്റാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. വെറുമൊരു സാധാരണ തുണി ശരീരത്തിൽ ചുറ്റിക്കെട്ടി വച്ചിരുന്നു. അത് ഈ തുണി അനങ്ങാതെ ശരീരം അതിൽ നിന്ന് വലിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. ഏത് വിധം നോക്കിയാലും ഇത് കർത്താവ് സ്വമേധയ സ്വന്തം ശക്തി കൊണ്ട് തൻ്റെ ശരീരത്തിന് സ്വാഭാവികമായ റെസിസ്റ്റൻസ് എന്ന ആ പ്രക്രിയ ഇല്ലാതെ തന്നെ തുണി പോലും തടസ്സം നിൽക്കാതിരിക്കത്തക്ക വിധം ചുറ്റിയിരുന്ന തുണിയെ അതിനൊരു ഇളക്കവും തട്ടാതെ പുറത്തേക്ക് കിടക്കുവാൻ കർത്താവിന് കഴിഞ്ഞു. അത് അവിടുത്തെ ആ ദൈവിക ഭാവത്തിൻ്റെ സ്വയം ഉദ്ധാനം ചെയ്തതിൻ്റെ മഹത്വകരമായ ശരീരത്തിൻ്റെ പ്രത്യേകമായ ലക്ഷണമായി എടുത്ത് കാണുകയും ചെയ്യുന്നു. കച്ചകൾ വലിച്ചു വാരിയിട്ടിട്ടല്ല ശരീരം എടുത്തുകൊണ്ട് പോയത്. ശരീരം എടുത്തു മാറ്റിയതിന് ശേഷം കച്ചകൾ പഴയതുപോലെ ചുറ്റിയ രീതിയിൽ മടക്കി വയ്ക്കുവാനും സാധിക്കുകയില്ല. പഴയതുപോലെ ശരീരം കച്ചയിൽ നിന്ന് എടുത്തതിന് ശേഷം അത് ശരീരത്തിൽ ചുറ്റിയിരുന്നത് പോലെ യാതൊരു അനക്കവും കൂടാതെ അതേപടി അനങ്ങാതെ വച്ചുകൊണ്ട് ആ കുഴിമാടത്തിൽ പഴയ സ്ഥാനത്ത് തന്നെ വച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നതും അസാധ്യമാണ്. അപ്പം ഇങ്ങനെ എല്ലാ വിധത്തിലും ഈ പടയാളികൾ പറഞ്ഞത് ശുദ്ധമായ നുണയാണ് എന്ന് അവിടെ തെളിയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ കാണുന്ന ഒന്ന്, ഈ യോഹന്നാനും പത്രോസുമൊക്കെ കർത്താവിൻ്റെ ഉദ്ധാനത്തിൽ വിശ്വസിച്ചത് ഇതുപോലെ തെളിവുകൾ നികത്തി ആ തെളിവുകളുടെ ശക്തി കൊണ്ടല്ല, അതിനേക്കാൾ കൂടുതൽ ഈ വിശ്വാസം അവരുടെ ഉള്ളിൽ പതിയുവാൻ, ആ വിശ്വാസ പ്രകടനം നടത്തുവാൻ അവർക്ക് സാധിച്ചത് അവരുടെ സ്നേഹം കൊണ്ടാണ്. മഗ്ദലേന മറിയം സ്നേഹത്തോടുകൂടി കുഴിമാടത്തിലേക്ക് വന്നു, യേശുവിനെ കണ്ടു. ഇവർ രണ്ടുപേരും മഗ്ദലേന മറിയത്തോടൊപ്പം വലിയ സ്നേഹത്തിൻ്റെ വ്യക്തികളായിരുന്നു പത്രോസും യോഹന്നാനും. അവരും കുഴിമാടത്തിലേക്ക് വരുന്നു. അവരുടെ ഉള്ളിലെ സ്നേഹം കൊണ്ടാണ് അത്രയ്ക്ക് എളുപ്പം ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുവാനും കർത്താവിൻ്റെ ഉയർപ്പിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് നിലനിൽക്കുവാനും സാധിച്ചത്. ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാവുന്നത്, ഒന്ന്, യേശു ദൈവമാണ്, ദൈവമുണ്ട്. അവിടുന്ന് അത്ഭുതം ഏറെ കാണിച്ചു. യഹൂദന്മാർ പല പ്രാവശ്യം ചോദിച്ചു, ഞങ്ങൾക്കൊരടയാളം കാണിച്ചതാണ്, സ്വർഗത്തിൽ നിന്നൊരടയാളം കാണിച്ചതാണ്. അവിടുന്ന് പറഞ്ഞു, ഈ ജനത വഴിപേഴ്ച തലമുറയാണ്, വരെ അടയാളവും കൊടുക്കുകയില്ല. അദ്ദേഹത്തിന് യോനായിക്ക് കിട്ടിയ അടയാളം, യോനായിക്ക് കിട്ടിയ അടയാളത്തേക്കാൾ വലിയ അടയാളമൊന്നും ഇവിടെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കർത്താവ് ഇവിടെ പറഞ്ഞു. പക്ഷേ വലിയൊരു അടയാളം, അത് ഈ ഒരു അടയാളമാണ്. ഇതിനപ്പുറം ഇനിയൊരു അടയാളത്തെക്കുറിച്ച് പറയുവാനേ ഇല്ല, ചിന്തിക്കുവാനേ ഇല്ല. യേശു മരിച്ചവരിൽ നിന്ന് സ്വന്തം ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് മാത്രമേ അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുകയുമുള്ളൂ. അപ്പോൾ സ്നേഹിക്കുന്നവർക്ക് ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ നൽകും. തന്നെ അകമഴി സ്നേഹിക്കുന്നവർക്ക് കർത്താവ് സ്നേഹത്തിൻ്റെ പ്രതിസമ്മാനം നൽകും. നമ്മൾ ഈ ഈസ്റ്ററിൽ കർത്താവിൻ്റെ അമാനുഷികമായ ശക്തിയെക്കുറിച്ച്, വൈഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരവസരം കർത്താവ് നൽകുകയാണ്. നമ്മളും മറ്റുള്ളവരെ പോലെ സംശയഗ്രസ്തരായി തട്ടാമുട്ടികൾ കൊണ്ടുവന്ന് ഇത് വെറുതെ കെട്ടുകഥകളെന്ന് പറഞ്ഞ് ആ യഹൂദ പ്രമാണികളെ പോലെയും പണം വാങ്ങിച്ചു നുണ പറഞ്ഞ പട്ടാളക്കാരെ പോലെയും ആവാതെ തികഞ്ഞ ആത്മാർത്ഥയോടുകൂടെ ദൈവത്തിന് ഏറ്റുപറയും, ദൈവമേ അങ്ങ് എത്രയോ വലിയവൻ, ദൈവം സാക്ഷാൽ ദൈവം തന്നെയാണ്, ജീവിക്കുന്ന ദൈവം തന്നെയാണ്,
മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു, ഞാൻ പൂർണ്ണമായും അങ്ങയുടെ ഈ വലിയ ശക്തിയിൽ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസക്കുറവിനെ പരിഹരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർമ്മല മാതാവേ, ഞങ്ങളുടെ വാത്സല്യം നിറഞ്ഞ അമ്മേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു വർഷം എഴുന്നേറ്റ കർത്താവ് ആദ്യം സന്ദർശിച്ചത് അങ്ങേയായിരിക്കാം. അങ്ങയോടായിരുന്നുവല്ലോ കർത്താവിന് ഏറ്റവും അധികം സ്നേഹമുണ്ടായിരുന്നത്. അതിനുശേഷമായിരിക്കാം മഗ്ദലേന മറിയത്തിനും മറ്റ് ശിഷ്യന്മാർക്കുമൊക്കെ കർത്താവ് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത്. അമ്മേ, ഞങ്ങൾക്ക് യേശുവിനെ വിശ്വസിക്കുവാനും കണ്ടുമുട്ടുന്നതിനും ഉള്ള തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നീക്കി തരണമേ. ഉറച്ച മനസ്സോടെ വിശ്വസിച്ചുകൊണ്ട് അചഞ്ചലരായി ഉദ്ധാനം ചെയ്ത യേശുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ശക്തിയും കരുത്തും തീക്ഷ്ണതയും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ